അജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ രാത്രി ഡിന്നർ എന്തുവെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു മുട്ട എഗ് റോസ്റ്റും ചപ്പാത്തിയും വേണമെന്ന് ഉള്ള നിർബന്ധം ഇവിടെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിന്ന് ചോറിരിപ്പുണ്ട്, ചിക്കനും ചപ്പാത്തിയും എഗ് റോസ്റ്റും ഉണ്ടാക്കുക. അത് നമുക്കൊന്ന് നോക്കേ. ചപ്പാത്തി പിന്നെ വേണ്ടല്ലോ എല്ലാവർക്കും. പിന്നെ എഗ് റോസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 4 മുട്ട, പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട പൊടിച്ചിട്ടത്, പിന്നെ 5 ഗ്രാമ്പു, ഇച്ചിരി പെരുംജീരകം, ഒരു 3 ഏലക്ക. ഈ ഏലക്ക ഇടാൻ നേരത്തൊന്ന് ടപ്പാക്കിയിട്ടിടണം. പിന്നെ കറിവേപ്പില ഞാൻ എടുത്ത് കഴുകി വെച്ചിട്ട് വെച്ചേക്കാണ്, കഴുകി വെച്ചേക്കുക. പിന്നെ ഉള്ളി, അതും കഴുകി വെച്ചേക്കുക. അത് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ചതച്ച് അത് അരിയാനായിട്ട് ഇനിയിപ്പം അതിനേക്കാളും നല്ലത്. ഇതൊന്ന് കഷ് ചെയ്തെടുക്കേ. അപ്പോൾ അതെല്ലാം ഇട്ടിരിക്കട്ടെ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. അടുപ്പൊന്ന് ചൂടാവട്ടെ. ഇരുമ്പേട്ടി ചൂടായേ. അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇച്ചിരി എണ്ണ വേണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഉണ്ടോ? എണ്ണ ചൂടാവട്ടെ. അപ്പം നമ്മുടെ ഓയിൽ ചൂടായേ. അതിനകത്ത് ഞാൻ കടുക്, ഒരു ചെറിയ ടീസ്പൂൺ കടുകിട്ട് ഈ കടുകങ്ങ് മാറ്റി വെക്കട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന മസാല, ഹോൾ മസാല, നമുക്ക് ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചേക്കാം. മസാല എല്ലാം കൂടെ അങ്ങോട്ടില്ലേ. അത് കഴിഞ്ഞ് ഉള്ളി ചതച്ച് വെച്ചത് അതിടാം. ശകലം ഇട്ടേക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി മതി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഇതിനകത്തൊരു വിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. ലാസ്റ്റിൽ
ഇനി കാണിക്കാം. ഒരുവിധം ആദ്യം നമുക്ക് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇടാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ മാറ്റിച്ചിട്ടുണ്ട്. ഇതൊന്ന് എൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒരു പച്ചക്കുത്തലില്ലേ അതൊന്ന് മാറട്ടെ. ഈ ബാക്കി വെച്ചേക്കുന്ന ഇതില്ലേ നമുക്കൊരു ഡപ്പയിലിട്ട് അടച്ച് വെച്ചിരുന്ന നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് എന്ത് കറിക്ക് ഉണ്ടാക്കലും ചിക്കൻ കറി വെച്ചാലും ഇതുപോലെ ഗ്രോസ്റ്റ് ഉണ്ടാക്കിയാലും എന്തിനും നമുക്ക് ഉപയോഗിക്കാം. ഇത് അടച്ചു വെച്ചാൽ ചീത്തയാകത്തില്ല. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ഡപ്പയിലിട്ട് അടച്ച് വെച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് ഈ ചെറിയൊരു തക്കാളി അത് നമ്മൾ പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ടൊമാറ്റോ ഒന്ന് മാറട്ടെ. അത് നമുക്ക് നടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് നോക്കാം. 2 മിനിറ്റ് ഞാൻ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ തക്കാളി ഒന്ന് വാടിയിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചേക്കാം. എപ്പോഴും പൊടി ഇടാൻ നേരത്ത് തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം. അതിന് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിക്കനുസരിച്ച് മറ്റേ മുളക് പൊടി ഉപയോഗിക്കാം. അതൊരു സ്പൂൺ ചേർത്ത്. ഇനി മല്ലിപ്പൊടി അതും ചെറിയൊരു 2 സ്പൂൺ. ഇനി മസാലപ്പൊടി അതും ചെറിയൊരു സ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. സ്പൂൺ എടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ പച്ചമണം മാറട്ടെ. തീ കുറച്ചിട്ടേ ഈ പൊടികളൊക്കെ മൂപ്പിക്കാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് പൊടികളുടെ. ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അത് നമ്മളുടെ ചാറിന് അരപ്പിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം. ഇനി ഇതൊന്നും തിളച്ചൊന്ന് പറ്റണം. നമുക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് ഈ കറി വേവിച്ച് വറ്റിച്ചാൽ മതി.
അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ നോക്കാം. കുഴപ്പമില്ല. പക്ഷേ നമുക്കിവിടെ അധികം കറി വേണ്ടാത്തത് കൊണ്ട്, അരപ്പ് വേണ്ടാത്തത് കൊണ്ട്, ചാറ് വേണ്ടാത്തത് കൊണ്ട് നമ്മളൊന്നും കൂടെ ഒന്ന് പറ്റില്ല. അതിനുമുമ്പ് ഇതിനകത്തൊരു ശകലം പഞ്ചസാര ഇട്ടു. നുള്ളു പഞ്ചസാര. മതി. അത് ആ മസാലയുടെയും അതിൻ്റെയൊക്കെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉപ്പുണ്ടോ നോക്കട്ടെ. മതി. ഇതിനകത്ത് നമുക്ക് ഈ മുട്ട ഇടാം. ഇനി ഞാൻ 3 മുട്ട ഇടുന്നുള്ളൂ. കാരണം ഒരു മുട്ട എൻ്റെ പക്കുവിന് വെച്ചേക്കാം. പക്കുവിന് അറിയാമല്ല, എൻ്റെ പട്ടിക്കുട്ടി, അവന് വേണ്ടിയിട്ടാണ്. അവൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞു. എന്നാലും അവന് മുട്ട കൊടുക്കണം. നമ്മൾ കഴിക്കാൻ മുട്ട ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇതിനകത്ത് കാര്യം വെള്ളം അടിയിൽ പിടിക്കാതില്ല. നമ്മുടെ മുട്ട റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് പിള്ളേർക്കും അധികം കറി വേണ്ടാത്തത് കൊണ്ട് ഞാൻ പറ്റിച്ചെണ്ണയുണ്ട്. നമുക്ക് ഇത്തിരി വേപ്പിലയും കൊടുത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റായിട്ട്. അധികം മസാലയൊന്നും ഇടാതെ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായി എഗ്ഗ് റോസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ട്, ഞാൻ നോക്കിയിരുന്നു. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് നമുക്ക് ഈ കറി ഇതിനകത്തോട്ട് പകർന്നു വെക്കാം. നല്ല ചൂട്, നല്ല മണം പോലെ തന്നെ ഗുണവും. നല്ല ടേസ്റ്റാ. കണ്ടില്ലേ നമ്മുടെ കറി? അടിപൊളി ടേസ്റ്റാ. ചപ്പാത്തിക്ക്, അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ കറിയാ. അടിപൊളി. അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ. ഹലോ പക്കു. എന്താ പക്കു വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പക്കു കേട്ടാ. ഇവന് മുട്ട എടുത്ത് വെച്ചേക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കും അവൻ ആ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞ്. ആശാൻ രാത്രി 7 മണിയാകുമ്പോഴേ അവൻ ആഹാരം കഴിക്കും. അവൻ്റെ ഡിന്നർ ടൈം ആ ടൈമാണ്. അവൻ ഇനി ഉറക്കത്തിൻ്റെ പരിപാടിയിലിരിക്കുകയാണ്. എന്നാലും മുട്ട കഴിക്കാതെ അവൻ പോവില്ല. നമ്മളെ ഡിന്നർ കഴിയുന്നവരെ അവൻ വെയിറ്റ് ചെയ്തിരിക്കും. ഇവൻ എന്തൊക്കെയാണ് സ്പെഷ്യൽ കഴിക്കുന്നതെന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരി.